പ്രിയ സ്നേഹിതരെ, ആന്തരിക ബോധത്തിൻ്റെ പുതുക്കലും ശാന്തിയുടെ ആഴവും ജീവിതത്തിൽ വ്യക്തമായ ദിശയും നൽകുന്ന ഒരു അനുഗ്രഹീത പുതുവത്സരം 2026 ഏവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഞാൻ ഫാദർ മന്ത്ര TH ടെമ്പിൾ ടു ഹോം മെഡിറ്റേഷനിലേക്ക് സ്നേഹപൂർവ്വം നിങ്ങൾക്കേവർക്കും സ്വാഗതം. കഴിഞ്ഞ ഭാഗത്തിൽ യേശു പഠിപ്പിച്ച ധ്യാനത്തിൻ്റെ 3 അതീവ ആഴമുള്ള ഘട്ടങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു. 1, മുറിയിലേക്ക് കടക്കുക. 2, വാതിൽ അടയ്ക്കുക. 3, രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. ഇവ കേൾക്കുമ്പോൾ ലളിതമായ ആത്മീയ ഉപദേശങ്ങളായി തോന്നാം. പക്ഷേ യേശു ഇവിടെ നൽകുന്നത് ഉപദേശമല്ല. ഇത് മനുഷ്യബോധത്തിൻ്റെ കൃത്യമായ ധ്യാന ശാസ്ത്രമാണ്. ഈ 3 ഘട്ടങ്ങളിൽ ഇന്ന് നമ്മൾ കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നത് ആദ്യപടിയായ മുറിയിലേക്ക് കടക്കുക എന്ന യേശുവിൻ്റെ ആഹ്വാനമാണ്. സ്നേഹിതരെ, പലപ്പോഴും പല ലക്ഷ്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ടാണ് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നത്. എന്ത് സംഭവിക്കണം എന്നൊരു പട്ടിക തയ്യാറാക്കും. ചിന്തകൾ നിൽക്കണം, കണ്ണടച്ച് കുറേ നേരം ഇരിക്കണം, മനസ്സ് ശാന്തമാകണം, ഒരു പ്രത്യേക അനുഭവം സംഭവിക്കണം. ഇവയെല്ലാം ധ്യാനത്തിൻ്റെ സ്വാഭാവിക ഫലങ്ങളായി അല്ല, മുൻകൂട്ടി കൈവരിക്കേണ്ട ലക്ഷ്യങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഫലങ്ങളെ മുൻകൂട്ടി നിശ്ചയിക്കുമ്പോൾ ധ്യാനം ഒരു ബോധ അന്വേഷണമായി മാറാതെ ലക്ഷ്യം കൈവരിക്കേണ്ട ഒരു പ്രവൃത്തിയായി മാറുന്നു. ബോധം ഇപ്പോഴുള്ള നിമിഷത്തിൽ നിലകൊള്ളുന്നില്ല. അത് എപ്പോഴും ഭാവിയിൽ ഉണ്ടാകേണ്ട ഒരവസ്ഥയെ തേടിക്കൊണ്ടിരിക്കുന്നു. ഇതോടെ ധ്യാനത്തിൻ്റെ സാരം ഇപ്പോൾ എന്ന ബോധനിലയിൽ നിന്ന് അപ്പോൾ ഉണ്ടാകണമെന്ന ആഗ്രഹനിലയിലേക്ക് മാറുന്നു. ഇതുതന്നെയാണ് പലപ്പോഴും ധ്യാനത്തിലെ ഏറ്റവും വലിയ തടസ്സം. ദ ഗ്രേറ്റസ്റ്റ് ഒബ്സ്റ്റക്കിൾസ് ഇൻ മെഡിറ്റേഷൻ. ഇവിടെ മനസ്സ് ശാന്തമാക്കുവാനുള്ള ശ്രമവും ചിന്തകൾ നിർത്താനുള്ള പരിശ്രമവും ധ്യാനത്തെ പലപ്പോഴും ഒരു ആന്തരിക പോരാട്ടമാക്കി മാറ്റുന്നു. അതിനാലാണ് ധ്യാനം കഴിഞ്ഞിട്ടും പലർക്കും ശാന്തിക്ക് പകരം ക്ലാന്തി അനുഭവപ്പെടുന്നത്. സ്നേഹിതരെ, ഇവിടെയാണ് യേശു പഠിപ്പിച്ച ധ്യാനം വ്യത്യസ്തമാകുന്നത്. യേശു ഒരിടത്തും മനസ്സ് നിശബ്ദമാക്കുക എന്നതിനെ ധ്യാനത്തിൻ്റെ ലക്ഷ്യമായി പറഞ്ഞിട്ടില്ല. അവൻ ചോദിക്കുന്നത് വളരെ ലളിതവും അതേസമയം അത്യന്തം ആഴമുള്ളതുമായ ഒരു ചോദ്യം. നീ ധ്യാനിക്കാൻ എവിടേക്കാണ് പോകുന്നത്? അവൻ പറഞ്ഞു, മുറിയിലേക്ക് പോകുക. ഇതൊരു ഉപദേശമല്ല, ബോധനിർദ്ദേശമാണ്. ഉപദേശം ഇച്ഛാശക്തിയോട് സംസാരിക്കുന്നു, ബോധനിർദ്ദേശം ബോധത്തോട് സംസാരിക്കുന്നു. അത് ചോദിക്കുന്നു, നിന്റെ ശ്രദ്ധ ഇപ്പോൾ എവിടെയാണ്? യേശു നമ്മോട് ചോദിക്കുന്നതും അതുതന്നെയാണ്, നിന്റെ ശ്രദ്ധ ഇപ്പോൾ എവിടെയാണ്? ഓർക്കുക, ധ്യാനത്തിലെ യഥാർത്ഥ പ്രശ്നം ചിന്തകളല്ല. പ്രശ്നം ബോധം തെറ്റായ ഇടങ്ങളിൽ അലഞ്ഞു തിരിയുന്നതാണ്. ശരീരം ഇപ്പോഴുള്ള നിമിഷത്തിൽ നിലകൊള്ളുമ്പോഴും ബോധം ഓർമ്മകളിലോ ഭയങ്ങളിലോ ഭാവിയിലെ ആശങ്കകളിലോ കുടുങ്ങിക്കിടക്കുന്നു. ഇതാണ് ആന്തരിക അസ്വസ്ഥതയുടെ മൂലകാരണം. യേശു പഠിപ്പിച്ച ധ്യാനത്തിൻ്റെ ലക്ഷ്യം നിയന്ത്രണമല്ല, ചിന്തകളെ ഇല്ലാതാക്കലല്ല. അത് ബോധത്തെ ശാന്തമായി തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ചലനമാണ്. ഇവിടെയാണ് യേശു പറഞ്ഞ ധ്യാനക്രമം അർത്ഥം നേടുന്നത്. മുറിയിലേക്ക് പോകുക, വാതിലടയ്ക്കുക, രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. ഈ ക്രമത്തിൽ മുറിയിലേക്ക് പോകുക ഒരു ഇടക്കാലഘട്ടമല്ല. അതുതന്നെയാണ് ധ്യാനത്തിൻ്റെ അടിത്തറയായ ആദ്യപടി. 2ാം ഘട്ടമാണ് വാതിൽ അടയ്ക്കുന്നത്. മുറി എന്താണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകാതെ നേരെ വാതിൽ അടയ്ക്കാൻ ശ്രമിച്ചാൽ നമ്മൾ യഥാർത്ഥത്തിൽ എന്തിനെയാണ് അടയ്ക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് തന്നെ ബോധമുണ്ടാകില്ല. അങ്ങനെയായാൽ ധ്യാനം തുടങ്ങുന്നത് ബോധത്തിൽ നിന്നല്ല,
നിയന്ത്രണത്തിൽ നിന്നായിരിക്കും. ബോധമില്ലാത്ത നിയന്ത്രണം ധ്യാനമല്ല. അങ്ങനെ ചെയ്യുന്ന ധ്യാനം അർത്ഥരഹിതമായി മാറും. അത് ശാന്തി നൽകുകയില്ല, പരിവർത്തനത്തിലേക്ക് നയിക്കുകയില്ല. അതൊരു യാന്ത്രിക അഭ്യാസം മാത്രമാണ്. മൂന്നാം ഘട്ടമാണ് രഹസ്യമായ മൗനം. മൗനം ആരംഭത്തിൽ വരുന്നതല്ല, മൗനം ഒരു ഫലമാണ്. അത് അവസാനം വരുന്നതാണ്. പോരാട്ടം അവസാനിക്കുന്നിടത്താണ് മൗനം പിറക്കുന്നത്. മുറി കണ്ടെത്തിയാൽ വാതിൽ അടയ്ക്കൽ സ്വാഭാവികമായി സംഭവിക്കും. മുറി കണ്ടെത്തിയാൽ മൗനം തേടേണ്ടതില്ല. അവിടെയാണ് ധ്യാനം പരിശ്രമമില്ലാതെ ഒഴുകുന്നത്. അതിനാൽ ധ്യാനം നിയന്ത്രണത്തിൽ നിന്ന് ആരംഭിക്കുന്നില്ല. മുറി കണ്ടെത്തുമ്പോഴാണ് യഥാർത്ഥ ധ്യാനം ആരംഭിക്കുന്നത്. സ്നേഹിതരെ, യേശു പഠിപ്പിച്ച ധ്യാനം നിയന്ത്രണത്തിലൂടെ ആരംഭിക്കുന്നില്ല. അത് തിരിച്ചറിവിലൂടെയാണ് തുടരുന്നത്. ബോധം തെറ്റിച്ചില്ലെന്ന ഇടങ്ങളിൽ നിന്ന് ശാന്തമായി തിരികെ വരുന്ന നിമിഷത്തിലാണ് ആന്തരിക പരിവർത്തനം ആരംഭിക്കുന്നത്. മൗനം ഒരു കൃത്രിമാവസ്ഥയല്ല, അത് പരിശ്രമത്തിൻ്റെ ഫലമല്ല. പോരാട്ടം അവസാനിക്കുന്നിടത്താണ് മൗനം ജനിക്കുന്നത്. ബോധം തൻ്റെ യഥാർത്ഥ ഇടമായ മുറിയിൽ നിലകൊള്ളുമ്പോൾ ശാന്തി സ്വാഭാവികമായി വിരിയുന്നു. അതുകൊണ്ട് ധ്യാനം ഒരു യാന്ത്രിക അഭ്യാസമല്ല, ഒരു നേട്ടമല്ല, ഒരു ലക്ഷ്യമല്ല. അത് ബോധം സ്വന്തം വസതിയിലേക്ക് തിരിച്ചു വരുന്നതാണ്. ഇവിടെയാണ് ധ്യാനം ആരംഭിക്കുന്നത്.